പാഠം അല്ലേ? എഴുത്തും വായന ഇല്ല നമ്മൾക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയില്ലേ, വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വായിച്ചില്ലേ വളയും, വായിച്ചാൽ വളരും. അതെ, ആ കവിത എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് അധികം ഒന്നും പറയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിലേക്ക് തല കുനിച്ചാൽ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ ഈ സമൂഹം വില കൽപ്പിക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഈ സാഹിത്യ ശില്പശാലയിലൊക്കെ പങ്കെടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം എഴുതി തരിക. നിങ്ങളുടെ 2 ചേച്ചിമാരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളൊന്നും പഠിച്ചപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും ഈ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ചാൻസാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഇവിടെ ത്രൈവിൻ്റെ പരിപാടി നടന്നപ്പോൾ ഇന്നലെ അവർ അസിസ്റ്റന്റ് കളക്ടറോട് പറഞ്ഞു, ത്രൈവിൽ 104 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ത്രൈവിൻ്റെ ഭാഗമായിട്ട് വേറൊരു മാഗസിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളുടെ ശ്രുതിലയെ അരുണിയെയും ക്ഷണിക്കുന്നു.